14-ാം നൂറ്റാണ്ടിൽ ഡൽഹി ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. സുൽത്താൻ അബ്ദുൽ മുജാഹിദ് മുഹമ്മദ് ഇബ്നു തുഗ്ലക്. ഗണിതശാസ്ത്രം, ഗോളശാസ്ത്രം തുടങ്ങി ഒരുപാട് വിഷയങ്ങളിൽ പണ്ഡിതനായിരുന്നു. പക്ഷേ ബുദ്ധിമാനായ മണ്ടൻ എന്നാണ് ചരിത്രം ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഇദ്ദേഹം അപ്രായോഗികങ്ങളായ ഭരണപരിഷ്കാരങ്ങൾ പലതും നടപ്പിലാക്കും. ദീർഘവീക്ഷണമില്ലാതെ നടപ്പാക്കുന്ന ബുദ്ധിശൂന്യമായ ഈ പരിഷ്കാരങ്ങൾ അപ്രായോഗികങ്ങളെന്ന് പിന്നീട് കണ്ടെത്തും. ഉടനെ അത് പിൻവലിക്കും. അപ്പോഴേക്കും നാടിനും നാട്ടാർക്കും വലിയ കഷ്ടനഷ്ടങ്ങൾ സംഭവിക്കും. അങ്ങനെയാണ് തുഗ്ലക് പരിഷ്കാരം എന്നൊരു ശൈലീ പ്രയോഗം തന്നെ ഉണ്ടായത്. ദീർഘവീക്ഷണമില്ലാതെ നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങളെയാണ് തുഗ്ലക് പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്. തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് മാറ്റിയതും അത് അപ്രായോഗികമാണെന്ന് കണ്ടെത്തി പിന്നീട് വീണ്ടും ദില്ലിയിലേക്ക് മാറ്റിയതും ഉൾപ്പെടെ ഇങ്ങയുടെ മണ്ടൻ പരിഷ്കാരങ്ങൾ പലതുണ്ട്. ഇവിടെ പ്രസക്തമല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ച തുഗ്ലക്കിനെ ഇപ്പോൾ ഞാൻ ഓർക്കാൻ കാരണം ഈ 21-ാം നൂറ്റാണ്ടിൽ അങ്ങനൊരു തുഗ്ലക്കിനെ കണ്ടതുകൊണ്ടാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ US പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തന്നെ. കഴിഞ്ഞ മാർച്ചിലാണ് കാടിളക്കി ട്രംപ് തന്റെ താരിഫ് നടപ്പാക്കൽ തീരുമാനം പുറത്തുവിട്ടത്. ലോകം ഞെട്ടിവിറയ്ക്കുമെന്നും അമേരിക്ക അതിലൂടെ വൻ സാമ്പത്തിക നേട്ടം കൈവരിക്കുമെന്നും ഒക്കെ അദ്ദേഹം വ്യാമോഹിച്ചെന്ന് മാത്രമല്ല, തന്റെ ഉറ്റ ചങ്ങാതിയായ എലോൺ മസ്കിന്റെ കമ്പനി അതിലൂടെ ലോക മോട്ടോർ വാഹന മേഖലയിൽ അപ്രമാദിത്വം തെളിയിക്കും എന്നൊക്കെ അദ്ദേഹം വ്യാമോഹിച്ചിരുന്നു. പക്ഷേ ട്രംപിന് തെറ്റി. അടിപതറിയത് ലോകരാജ്യങ്ങളല്ല, അമേരിക്ക തന്നെയാണ്. ചൈനീസ് മാർക്കറ്റ് തകർക്കാമെന്ന് കരുതി അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് 245% നികുതി പ്രഖ്യാപിച്ചത്. ഒട്ടും പതറാതെ ചൈനയും കൊടുത്തു തിരിച്ചു പണി. അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ മേൽ അതേ അളവിൽ നികുതി ചുമത്തുമെന്ന് ചൈനയും പ്രഖ്യാപിച്ചു. ഇതോടെ ലോകത്ത് സകല മേഖലയിലും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് കൂടി. മോട്ടോർ വാഹന രംഗത്ത് ചൈനീസ് വാഹനങ്ങൾ വിപ്ലവമാണ് ഉണ്ടാക്കിയത്. മിഡിൽ ഈസ്റ്റിൽ പണ്ട് ചൈനീസ് വാഹനങ്ങളുടെ വിൽപ്പന വെറും 10% ട്രംപിന്റെ പ്രഖ്യാപനം വന്നതോടെ അത് 35% കുതിക്കാനിരുന്നത്. അതേസമയം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മുഴുവനും കൂപ്പുകുത്തി. ലോക ഓഹരി വിപണി തകർന്നു. സ്വർണ്ണവില കുതിച്ചു. അമേരിക്കയിൽ വിലക്കയറ്റമുണ്ടായി. അത് ജനങ്ങളിൽ അസംതൃപ്തി പരത്തി. ഇതോടെ ട്രംപിന് തുഗ്ലക്കിനെ പോലെ അല്പം താമസിച്ചാണെങ്കിലും കാര്യം മനസ്സിലായി. ഉടനെ നയം മാറ്റുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭയിലെ സ്വിസ് അംബാസിഡറുടെ ജനീവയുടെ വിലയിൽ അമേരിക്കയുടെയും ചൈനയുടെയും പ്രതിനിധികൾ ഒത്തുചേർന്നു. തൽക്കാലം ഇരു രാജ്യങ്ങളും താരിഫ് തീരുമാനത്തിൽ നിന്ന് പിന്മാറാനും തയ്യാറായി. ഏതായാലും ലോക വിപണിയിൽ അതൊരു വലിയ സൂചന നൽകുന്നുണ്ട്. അമേരിക്ക ഇല്ലെങ്കിൽ ലോകമില്ല എന്ന ധാരണയാണ് ഇതോടെ കടപുഴകി വീഴുന്നത്. പക്ഷേ ട്രംപിന് പെട്ടെന്ന് വീണ്ടും വിചാരമുണ്ടായതല്ല, ഇലോൺ മസ്കിന്റെ ഉപദേശത്തിന് വഴങ്ങിയതാണെന്നൊരു സംസാരവും ഇപ്പോൾ ലോകത്ത് നടക്കുന്നുണ്ട്. കാരണം ഉറ്റ ചങ്ങാതിയായിരുന്ന എലോൺ മസ്ക് വരെ ട്രംപിന്റെ പുതിയ താരിഫ് നയം മൂലം പൊറുതിമുട്ടിയതാണ്. ടെസ്ലയുടെ ഓഹരി വിലയിൽ വൻ ഇടിവാണുണ്ടായത്. അതോടെ മസ്ക് ഫെഡറൽ സർക്കാരിന്റെ കാര്യക്ഷമതാ വകുപ്പ് അഥവാ DOGCയിൽ നിന്ന് തൽക്കാലം വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്നതായി അറിയിച്ചു. അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് അതിൽ തുടരുന്നതിൽ യാതൊരു അവകാശവുമില്ല എന്നത് വേറെ കാര്യമാണ്. ഇതൊരു പക്ഷേ ഇന്ത്യയുടെ സാമ്പത്തിക നയ രൂപീകരണത്തിൽ അംബാനിയും അദാനിയും ചെലുത്തുന്ന സ്വാധീനത്തിന് തുല്യമോ അതിലപ്പുറമോ ആണ്. പ്രസിഡന്റ് ആഗ്രഹിക്കുന്നിടത്തോളം കാലം, ജനങ്ങളല്ല കേട്ടോ, പ്രസിഡന്റ് ആഗ്രഹിക്കുന്നിടത്തോളം കാലം ആഴ്ചയിൽ 1-2 ദിവസം സർക്കാർ കാര്യങ്ങളിൽ ഞാൻ ചെലവഴിക്കുന്നത് തുടരുമെന്നാണ് മസ്ക് ഇപ്പോൾ പറയുന്നത്. നോക്കൂ, ഇത് കൃത്യമായി എന്താണ് അർത്ഥമാക്കുന്നത്? മസ്കിന് വൈറ്റ് ഹൗസിൽ തുടരാനുള്ള നിയമപരമായ അധികാരം എന്താണ്? ഈ കോർപ്പറേറ്റ് ഭീമനും സർക്കാരും തമ്മിലുള്ള അഭീത വീഴ്ച ഒരു ജനാധിപത്യ രാജ്യത്തിന് നാണക്കേടുണ്ടാക്കുന്നതല്ലേ? ഇതൊക്കെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊന്നും ഇന്ന് വലിയ പ്രാധാന്യമില്ല. ഇന്നത്തെ അമേരിക്കയ്ക്കും അതിലെ ഭൂരിപക്ഷം ജനങ്ങൾക്കും ഇതിലൊന്നും വലിയ താല്പര്യവുമില്ല എന്നതാണ് ട്രംപിന്റെ വിജയം നൽകുന്ന സൂചന. സർക്കാരും മസ്കും തമ്മിലുള്ള അവിശ്വസനീയമാം വിധം സുതാര്യമല്ലാത്ത ബന്ധത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ വസ്തുതകൾ ഞങ്ങൾക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് പാർട്ട്ണർഷിപ്പ് ഫോർ പബ്ലിക് സർവീസിന്റെ CEO മാക്സ് സ്റ്റിയർ പറയുന്നത്. അത് സ്റ്റിയറിന് മാത്രമല്ല, ആർക്കും മനസ്സിലാകില്ല. കാരണം ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും ഒക്കെ പണം ജനങ്ങളെ കഴുതകളാക്കുന്ന, മാധ്യമങ്ങളെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു കെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.
ഇക്കാലത്ത് ഇതും ഇതിലപ്പുറവും നടക്കും. നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പോൾ നന്ദി, നമസ്കാരം.